സഞ്ജു സാംസൺ മിന്നിച്ച വർഷമായാണ് 2024 കടന്നുപോകുന്നത്. 2015 ഇന്ത്യൻ ടീമിനൊപ്പം തുടങ്ങിയ സഞ്ജുവിന് കരിയറിൽ വഴിത്തിരിവുണ്ടായ വർഷമായാണ് 2024 കടന്നുപോകുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായതോടെ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഈ വർഷം T20യിൽ സഞ്ജുവിന് ഓപ്പണർ റോളിലേക്ക് എത്താൻ സാധിച്ചു. 3 സെഞ്ചുറികളോടെ മറ്റൊരു താരത്തിനും നേടാനാവാത്ത അതുല്യ നേട്ടങ്ങളിലേക്ക് എത്താൻ സഞ്ജുവിനായി. സഞ്ജുവിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് പ്രതീക്ഷകളുടെ വർഷമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും IPLൽ രാജസ്ഥാൻ റോയൽസിനുമൊപ്പം അതുല്യ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് സഞ്ജു സാംസണെ കാത്തിരിക്കുന്നത്. ഇതിലേതൊക്കെ നേട്ടങ്ങൾ സഞ്ജു സാംസൺ നേടുമെന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. സഞ്ജുവിനെ 2025 കാത്തിരിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. IPLൽ കന്നി കിരീടം നേടാം. സഞ്ജു സാംസൺ IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ്. സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. വരുന്ന സീസണിലും രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് സഞ്ജു ഉണ്ട്. സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്താനുള്ള ഭാഗ്യമുണ്ടായില്ല. സഞ്ജുവിനെ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരമാണ് മുന്നിലുള്ളത്. ഇത്തവണ മികച്ച താരനിരയാണ് രാജസ്ഥാനുള്ളത്. സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാനായാൽ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറിമറിയാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ഇന്ത്യയുടെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്കുള്ള വലിയ ചുവടുവയ്പായി ഇത് മാറുമെന്നതിനാൽ സഞ്ജുവിനെ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. IPLൽ സഞ്ജുവിന് മുന്നിലുള്ളത് സുവർണ അവസരമാണ്. കപ്പ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി സഞ്ജു സാംസൺ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് വളരാനുള്ള അവസരം മുന്നിലുണ്ട്. രാജസ്ഥാൻ റോയൽസിനൊപ്പം അടുത്ത സീസണിൽ കപ്പിലേക്ക് എത്താൻ സാധിച്ചാൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസിയാണെന്ന് പറയാം. സഞ്ജു സാംസണെ പരിശീലകൻ ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ T20യിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു എത്താൻ സാധ്യതയുമുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസണിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമോ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വൈസ് ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് എത്താനായാൽ കേരള താരമെന്ന നിലയിൽ സഞ്ജുവിന് മുന്നിൽ അത് വലിയ അവസരമായിരിക്കും. ഈ ഭാഗ്യം സഞ്ജുവിനെ തേടിയെത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർ 2024 അവസാന സമയത്തിലാണ് സഞ്ജു സാംസണെ തേടി ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനം ലഭിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ തുടങ്ങിയ സഞ്ജുവിന്റെ കുതിപ്പ് ദക്ഷിണാഫ്രിക്കയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷം ജനുവരി അവസാനം ഇംഗ്ലണ്ട് T20 പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഈ പരമ്പരയിൽ ഓപ്പണർ റോളിൽ തന്നെ സഞ്ജു കളിച്ചേക്കും. ഈ പരമ്പര മുതലെടുക്കാനായാൽ സഞ്ജുവിന് ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ റോളിൽ സീറ്റും ഉറപ്പിക്കാനാവും. കൂടാതെ ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും വളരാനുള്ള അവസരം കൂടിയാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ഇതിന് ഇംഗ്ലണ്ട് T20 പരമ്പരയിൽ സഞ്ജു തിളങ്ങേണ്ടതായിട്ടുണ്ട്. ഈ പരമ്പര സഞ്ജുവിന് വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം. ഈ പരമ്പരയിൽ ഫ്ലോപ്പ് ആയാൽ സഞ്ജുവിന് കാര്യങ്ങൾ പ്രയാസമാവും. IPLന് മുമ്പ് സഞ്ജുവിന് ഫോം നിലനിർത്താനുള്ള അവസരം കൂടിയാണ് ഇംഗ്ലണ്ട് പരമ്പര. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ കരിയറിൽ ഇംഗ്ലണ്ട് പരമ്പര നിർണായകമാവുമെന്ന് ഉറപ്പാണ്.